അദ്ദേഹം ഒരു 400ഓളം പള്ളികൾ നിർമ്മിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ 200ഓളം പള്ളികളിൽ ഞാനും ഉണ്ടായിരുന്നു. വളരെ കാലമായി ഏകദേശം 30 വർഷമായി ആർക്കിടെക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ആസ്കൺ കൺസൾട്ടൻസിയുടെ ഫൗണ്ടറായ എഞ്ചിനീയർ സിദ്ദീഖ് സർ ആണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത്. ഹലോ സർ. ഈ ഫീൽഡിലേക്കുള്ള സാറിന്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? പഠന സമയത്ത് മാത്സിലായിരുന്നു എനിക്ക് താല്പര്യം. സയൻസിൽ ഇത്തിരി താല്പര്യം കുറവായിരുന്നു. അങ്ങനെയാണ് ജ്യേഷ്ഠൻ പറയുന്നത്, നീ എഞ്ചിനീയറിംഗ് പോയിക്കോളുന്നു. അങ്ങനെയാണ് സിവിൽ ഏറ്റെടുത്ത് പഠിക്കുന്നത്. പിന്നെയാണോ സർ ആസ്കൺ സ്റ്റാർട്ട് ചെയ്യുന്നത്? അല്ല, ഞാൻ പഠനം കഴിഞ്ഞ ഉടനെ ഒരു ആർക്കിടെക്ചർ ഫേമിലായിരുന്നു ജോയിൻ ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആർക്കിടെക്ചർ മേഖലയോടുള്ള ഒരു ഇഷ്ടം. അങ്ങനെ അന്ന് ആർക്കിടെക്ചർ സ്ഥാപനങ്ങൾ കുറവായിരുന്നു. എന്നിട്ടും അങ്ങനെയുള്ള സ്ഥാപനം കണ്ടുപിടിച്ചു, അവിടെയായിരുന്നു ട്രെയിനിങ്ങിന് പോയത്. അതിനുശേഷം ഈ മേഖലയിൽ തന്നെയുള്ള സോഫ്റ്റ്വെയറുകൾ പഠിക്കേണ്ടിയിട്ട് അവിടുന്ന് റിസൈൻ ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്രൈമാനാജി എന്ന് പറഞ്ഞ ഒരാളെ കൂടെ ജോയിൻ ചെയ്തു. അദ്ദേഹം അന്ന് റെയിൽവേന്ന് വളണ്ടറി റിട്ടയർമെൻ്റ് എടുത്തിട്ട് പ്രൈവറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് അതൊരു വലിയ അനുഭവമായിരുന്നു. അന്ന് അദ്ദേഹം കൂടുതലും കോംപ്ലിക്കേറ്റഡ് വർക്കുകളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഹില്ലായിട്ടുള്ള സ്ഥലങ്ങളിൽ ബിൽഡിംഗ് എടുക്കുക, ഡിപ്പായിട്ടുള്ള സ്ഥലങ്ങളിൽ ബിൽഡിംഗ് എടുക്കുക, അതോടൊപ്പം തന്നെ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ചതുപ്പ് സ്ഥലങ്ങൾ ബിൽഡിംഗ് എടുക്കുക. അതൊക്കെ ഒരു വലിയ, നമുക്ക് ഈ മേഖലയിലുള്ള ഒരു വലിയൊരു അനുഭവമായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് അദ്ദേഹം എൻജിനീയറിംഗ് മേഖലയിൽ മാത്രമല്ല ലൈഫ് ലോങ്ങിൽ ഒരു എത്തിക്സ് കീപ്പ് ചെയ്തൊരു വ്യക്തിയും കൂടിയായിരുന്നു. മതപരമായ ചിട്ടവട്ടങ്ങൾ, അതുപോലെ ഡിസിപ്ലിൻ, പങ്ക്ച്വാലിറ്റി, ഇതൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തോട് കൂടെയുള്ള ആ ഒരു ലോങ് ലൈഫ്, 20 വർഷത്തിൻ്റെ മേലെ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. അത് ജീവിതത്തിലൊരു വലിയൊരു അനുഭവമായിരുന്നു. അദ്ദേഹം ധാരാളമായി ഈ ക്യാമ്പസുകളൊക്കെ ഡിസൈൻ ചെയ്തിരുന്നു. ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിങ്ങുകൾ, ക്യാമ്പസ്, ഓരോ പ്രൊജക്റ്റുകൾ, ഓരോ ബിൽഡിങ്ങുകൾ എവിടെ വേണം, എങ്ങനെ വേണം എന്നൊക്കെ ക്യാമ്പസ്, അതിൻ്റെ മാസ്റ്റർ പ്ലാനൊക്കെ തയ്യാറാക്കി അങ്ങനെ ചെയ്തു. അതൊക്കെ ഒരു ജീവിതത്തിലൊരു വലിയൊരു അനുഭവമുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മരണത്തോടു കൂടി ആ സ്ഥാപനം വൈൻഡപ്പ് ചെയ്യുകയും അതേ സമയത്ത് മകൾ ആർക്കിടെക്ചർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയായിരുന്നു നമ്മൾ ആസ്കൺ എന്നുള്ള ആ സ്ഥാപനം തുടങ്ങുന്നത്. ഇപ്പോൾ ഇവിടെ ഏതെല്ലാം ടൈപ്സ് പ്രോജക്ട്സ് ആണ് ചെയ്യുന്നത്? നമ്മൾ വീടുകളാണെങ്കിൽ കൂടുതലും ചെയ്യുന്നത് ട്രഡീഷണൽ വീടുകൾ, അതോടൊപ്പം തന്നെ ഈ കൊളോണിയൽ സ്റ്റൈല് വീടുകളാണ് കൂടുതൽ വീടുകൾ ചെയ്യുന്നത്. പിന്നെ ഓഡിറ്റോറിയം ചെയ്യുന്നുണ്ട്, കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിങ്ങുകൾ, നേരത്തെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിങ്ങുകൾ നമ്മൾ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ ആ ടൈപ്പ് വർക്കുകളും ധാരാളമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഞാൻ നേരത്തെ വർക്ക് ചെയ്ത ആളെ കൂടെ അദ്ദേഹം ഒരു 400ഓളം പള്ളികൾ നിർമ്മിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ 200ഓളം പള്ളികളിൽ ഞാനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പള്ളികളുടെ വർക്കുകളും ധാരാളമായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. പിന്നെ സർവീസ് എന്ന് പറയുന്നത് നമ്മൾ A to Z കാര്യങ്ങൾ, അതായത് ഒരു പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്തത് മുതൽ അതിൻ്റെ എൻഡ് വരെ, അതിൻ്റെ ലാസ്റ്റ് ഫിനിഷിങ് വരെ ക്ലയൻറ്റിൻ്റെ കൂടെ നിന്നുകൊണ്ട് അവരുടെ എല്ലാ ആവശ്യങ്ങളും നമ്മൾ മനസ്സിലാക്കി അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്ത് പ്രൊജക്റ്റ് ഡിസൈനിങ്, സ്ട്രക്ചറൽ ഡിസൈനിങ്, ഇൻറ്റീരിയർ ഡിസൈനിങ്, ലാൻഡ്സ്കേപ്പ് ഡിസൈനിങ്, അതുപോലെ അവർക്ക് വേണ്ടി എല്ലാ സർവീസുകളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. തുടക്കം മുതൽ ഒടുക്കം വരെ അവരെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി എല്ലാ സർവീസുകളും നമ്മൾ ചെയ്തു കൊടുക്കും.